നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞങ്ങളാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ആകർഷണം, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ റവന്യൂ കിട്ടണം. യൂറോപ്യൻ ക്ലബ്ബുകൾ ഫിഫയോട് ഇത്തരത്തിൽ ആവശ്യപ്പെട്ടു എന്ന് ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഫിഫ അത് തള്ളി. മറിച്ച് റവന്യൂ പൂർണ്ണമായിട്ടും, ഇതിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന റവന്യൂ അല്ല, പ്രോഫിറ്റ് പൂർണ്ണമായിട്ടും ലോകമെമ്പാടുമുള്ള ക്ലബ് ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്ന് ഫിഫ ഉറപ്പ് നൽകി എന്നുകൂടി ഈ ഒരു റിപ്പോർട്ടിലുണ്ട്. നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ്. 32 ക്ലബ്ബുകൾ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷമാണ് ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത്. ആ 32 ക്ലബ്ബുകളുടെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് ഇപ്പോൾ ഫിഫ സംസാരിച്ചിട്ടുണ്ട്. അവരുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു വേൾഡ് കപ്പിലൂടെ എന്ത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു പൂർണ്ണ വ്യക്തത വന്നിട്ടില്ല. കാരണം സ്റ്റിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് പലരോടും ഫിഫ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിലൊരു വ്യക്തത ഇപ്പോഴും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഈ ഒരു ഘട്ടത്തിലാണ് യുവേഫ ക്ലബ്സ് ബിഗ്ഗർ അല്ലെങ്കിൽ മേജർ പോർഷൻ ഓഫ് റവന്യൂ തങ്ങൾക്ക് വേണം എന്നുള്ളൊരു ആവശ്യമായിട്ട് മുന്നോട്ട് വന്നത്. അതിൻ്റെ കാരണം അവരാണ് ലാർജർ ഗ്ലോബൽ ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന മറ്റ് ക്ലബ്ബുകളുടെയും രാജ്യങ്ങളുടെയും ഒക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആരാധകരെ അട്രാക്റ്റ് ചെയ്യുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബിഗ്ഗർ സ്ലൈസ് ഓഫ് റവന്യൂ കിട്ടണം എന്നുള്ളൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഫിഫ അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയും ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ക്ലബ് ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും എന്നുള്ള ഉറപ്പും നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും യൂറോപ്യൻ ക്ലബ്ബുകൾ 12 ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അവർ തന്നെയാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ടീമുകൾ, അതിൽ തർക്കവുമില്ല. എന്നാൽ അവരാണ് ഏറ്റവും അധികം താരങ്ങൾ ആകർഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ എമൗണ്ട് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇൻ്റർ മയാമിയിൽ ലിയോ മെസ്സി കളിക്കുന്നു, അദ്ദേഹം ആകർഷിക്കുന്ന പോലെ മറ്റാരെങ്കിലും ഫുട്ബോൾ ലോകത്ത് നിന്ന് താരങ്ങൾ ആകർഷിക്കുമോ എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നെയ്മർ അൽ ഹിലാലിന് വേണ്ടി കളിക്കാൻ കളിക്കളത്തിലുണ്ടാകും. അദ്ദേഹം കളിക്കുകയാണെങ്കിൽ അവർക്കും വലിയ രൂപത്തിലുള്ള മാധ്യമ ശ്രദ്ധയും മറ്റുമൊക്കെ ലഭിക്കും. ഏതായാലും ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. വേൾഡ് കപ്പ് ഒരു വേൾഡ് കപ്പാവും, മികച്ച വേൾഡ് കപ്പാവും എന്ന് ഫിഫ പ്രതീക്ഷിക്കുമ്പോൾ ഇത്തരത്തിൽ മറ്റ് കോൺഫെഡറേഷനുകളുടെ ഭാഗത്തു നിന്നുള്ള ചില നീക്കങ്ങൾ കൂടി കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.